ബോളിവുഡ് നടൻ സെയ്ഫ് അലി ഖാനെ ഇന്നലെ പുലർച്ചെയാണ് അക്രമി സംഘം കുത്തി പരിക്കേൽപ്പിച്ചത്. മുംബൈയിലെ ബാന്ദ്രയിലെ ഹൈറൈസ് അപ്പാർട്ട്മെന്റിൽ അതിക്രമിച്ചു കയറിയയാൾ മാരകമായി കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു. നട്ടലിൽ കുത്തിയ കത്തിയുടെ ഒരു ഭാഗം കുടുങ്ങിയ നിലയിലാണ് സെയ്ഫിനെ ആശുപത്രിയിൽ എത്തിച്ചത്. കഴുത്തിൽ ഉൾപ്പെടെ 6 തവണ കുത്തേറ്റു. സെയ്ഫ് അലി ഖാനെ ലീലാവതി ആശുപത്രിയിൽ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. അപകടനില തരണം ചെയ്തതായി ഡോക്ടർമാർ അറിയിച്ചു. സെയ്ഫ് അലി ഖാൻ ഭാര്യയും നടിയുമായി കരീന കപൂർ, 2 മക്കൾ, 5 സഹായികൾ എന്നിവരാണ് 12 നിലകളുള്ള അപ്പാർട്ട്മെന്റിൽ അപകട സമയം ഉണ്ടായിരുന്നത്. അക്രമിയെ ആദ്യം നേരിട്ടത് സെയ്ഫിന്റെ മകൻ ജെയുടെ നാനി ഏലിയാമ്മ ഫിലിപ്പ് ആണെന്നാണ് പോലീസിന് നൽകിയ മൊഴി. അക്രമി ഇവരോട് 1 കോടി രൂപ ആവശ്യപ്പെട്ടതായും നാനി പറഞ്ഞു. അക്രമി ഫ്ളാറ്റിലേക്ക് കയറിയത് എന്തെങ്കിലും തകർത്തല്ലെന്നാണ് പോലീസ് കണ്ടെത്തൽ. മോഷണം എന്ന ഉദ്ദേശത്തോടെ രാത്രി നുഴഞ്ഞു കയറിയതാവാനാണ് സാധ്യതയെന്നാണ് പോലീസ് പറയുന്നത്. ആക്രമണത്തിന് ശേഷം എമർജൻസി സ്റ്റെപ്പ് വഴി രക്ഷപ്പെട്ട അക്രമി ഒളിവിലാണ്. ഇയാളുടെ ചിത്രം പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട്. ചില ചോദ്യങ്ങൾ പോലീസിനെ കുഴയ്ക്കുന്നുണ്ട്. മുംബൈയിലെ ഏറ്റവും സുരക്ഷിതമായ പാർപ്പിട മേഖലകളിലൊന്നിലെ സുരക്ഷാ പ്രശ്നമാണ് ചർച്ചയാവുന്നത്. രാഷ്ട്രീയമായി തന്നെ പ്രശ്നം ചർച്ചയാവുന്നുണ്ട്. അക്രമി ഫയർ എസ്കേപ്പ് ഉപയോഗിച്ചാണ് കെട്ടിടത്തിൽ കയറിയതും രക്ഷപ്പെട്ടതുമെന്നാണ് റിപ്പോർട്ടുകൾ. കൃത്യമായി നടന്റെ താമസ സ്ഥലം എങ്ങനെ കണ്ടെത്തിയെന്നും അതിൽ കുട്ടികളുടെ മുറിയിലേക്ക് എങ്ങനെ പ്രവേശനം നേടിയെന്നും വ്യക്തമല്ല. സൊസൈറ്റിയുടെ സെക്യൂരിറ്റി ഗാർഡ് അനധികൃത പ്രവേശനം അനുവദിക്കാറില്ല. എന്നിട്ടും ഇയാൾ എങ്ങനെ അകത്ത് കടന്നെന്നും ചോദ്യമുണ്ട്. സെയ്ഫ് അലി ഖാന്റെ ജീവനക്കാരെയും തൊഴിലാളികളെയും പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. സ്ഥിരമായി എല്ലായിടത്തും പ്രവേശനമുള്ള ആരെങ്കിലും അക്രമിയെ സഹായിച്ചോ എന്ന കാര്യവും അന്വേഷിക്കുന്നു. ആക്രമണം നടത്തി ഫയർ എക്സിറ്റ് വഴി രക്ഷപ്പെടണമെങ്കിൽ കെട്ടിടത്തെക്കുറിച്ച് നല്ല ധാരണയുള്ള ആളായിരിക്കണം അക്രമി. ഒരു CCTVയിൽ മാത്രമാണ് അക്രമിയുടെ ദൃശ്യം പതിഞ്ഞത്. ഇതിലൂടെ കെട്ടിടത്തിലെ CCTV സംവിധാനം പോലും അക്രമിക്ക് പരിചിതമാണോ എന്ന സംശയവും ഉയരുന്നുണ്ട്. എന്തായാലും താരത്തിന്റെ ആക്രമണത്തെ തുടർന്ന് അന്വേഷണം പുരോഗമിക്കുകയാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.